ഹോ, എൻ്റെ നടുവൊടിഞ്ഞു. എത്ര നേരമായി എൻ്റെ കൃഷ്ണ ഈ യാത്ര തുടങ്ങിയിട്ട്. മീനാക്ഷി വാച്ചിലേക്ക് വീണ്ടും മിഴികൾ ഊന്നി. അച്ഛൻ നല്ല ഉറക്കത്തിലാണ് പാവം. ആകെ വലഞ്ഞിരിക്കുന്നു. പ്രായം മുൻപോട്ടല്ലേ. പാലക്കാട് എത്താൻ ഇനി എത്ര സമയം എടുക്കുമാവോ. അവൾ വീണ്ടും പുറത്തേക്ക് കണ്ണു നട്ടിരുന്നു. കണ്ണെത്ത ദൂരത്തോളം വയലുകളാണ്. ഇടയ്ക്കൊക്കെ തെങ്ങും കവുങ്ങും മാവും ഒക്കെ കാണാം. ഒരു ഗ്രാമാന്തരീക്ഷമാണ് എവിടെയും. രാഘവ് വാര്യരുടെയും വിലാസിനിയുടെയും മകളായ മീനാക്ഷി കുറച്ചൊന്നുമല്ല ബാങ്ക് ടെസ്റ്റ് എഴുതിയത്. അവസാനം മാറ്റിനോറ്റിരുന്ന് ജോലി കിട്ടിയതാണെങ്കിൽ പാലക്കാടും. തൊടുപുഴയിൽ നിന്നും ഇത്ര ദൂരം പോയി ജോലി ചെയ്യാൻ സാധിക്കുമോ എന്ന് പലവട്ടം എല്ലാവരും ചോദിച്ചു. അത് എന്തായാലും നടക്കില്ല എന്നവൾക്ക് അറിയാമായിരുന്നു. മീനാക്ഷിക്ക് അതുകൊണ്ട് ഈ ജോലിയിൽ പ്രതീക്ഷ ഒന്നുമില്ലായിരുന്നു. അപ്പോഴാണ് അച്ഛൻ്റെ വകയിൽ ഒരു പെങ്ങളായ രുക്മിണി ആൻറ്റി പാലക്കാടുള്ള കാര്യം മുത്തശ്ശി പറയുന്നത്. മീനാക്ഷിയെ അവിടെ നിർത്തി ജോലിക്ക് അയക്കാമെന്ന് പറഞ്ഞപ്പോൾ അമ്മ വിലക്കി. വേണ്ട വേണ്ട, ഇന്നത്തെ കാലമാണ് മോളെ. ജോലി പോയാൽ പോയി, അത്രയുമുള്ളൂ. പക്ഷെ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? അമ്മ ഭയത്തോടെ ചങ്കിൽ കൈവച്ചുകൊണ്ട് മകളെ നോക്കി. അമ്മ പറയുന്നതിലും കാര്യമുണ്ട് മോളെ. ഇപ്പോഴാണെങ്കിൽ ഈ നാട് എങ്ങോട്ട് പോകുമെന്ന് ആർക്കറിയാം. ജോലിയും വേണ്ട, കൂലിയും വേണ്ട. അച്ഛൻ കൂടി അമ്മയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ മീനു ഉറപ്പിച്ചു ഈ ജോലി പോയെന്ന്. കാവിലമ്മേ, എന്തെങ്കിലും വഴി നീ കാണിച്ചു തരണേ, അവൾ പ്രാർത്ഥിച്ചു. അന്ന് വൈകുന്നേരം അമ്പലത്തിൽ പോയിട്ട് വന്ന അച്ഛൻ അമ്മയെ ഉറക്കെ വിളിക്കുന്നത് കേട്ടുകൊണ്ടാണ് മീനാക്ഷി കൂടി അങ്ങോട്ട് ചെന്നത്. ഇന്ന് ഞാൻ നമ്മുടെ സോമനെ കണ്ടു. നിനക്കറിയില്ലടി, രുക്മിണിയുടെ ഇളയ അനുജൻ സോമനെ. അച്ഛൻ അമ്മയെ നോക്കി ചോദിച്ചു. അമ്മ ഉവ്വെന്നു തലകുലുക്കി. നമ്മുടെ രുക്മിണിയില്ലേ, അവൾ തനിച്ചാണ് താമസം. ഒരു മോനുള്ളത് ബാംഗ്ലൂരാണ്. മോൾ വിവാഹം കഴിഞ്ഞു ഡൽഹിയിലാണ് താമസം. ഇന്ന് സോമനെ കണ്ടപ്പോൾ അവനാണ് എല്ലാം വിശദമായി പറഞ്ഞത്. അച്ഛൻ എല്ലാവരോടുമായി പറഞ്ഞു. അവരുടെ ഭർത്താവ് മരിച്ചുപോയ വിവരം മീനാക്ഷിക്ക് നേരത്തെ അറിയാമായിരുന്നു. അന്ന് വൈകിട്ട് എല്ലാവരും കൂടി വീണ്ടും ചർച്ച ചെയ്തു. അങ്ങനെ ഒടുവിൽ മീനാക്ഷി ജോലിക്ക് പോകാൻ തീരുമാനമായി. പിന്നെ എല്ലാം പെട്ടെന്നുള്ള ഏർപ്പാടായിരുന്നു. രുക്മിണി ആൻറ്റി അച്ഛനെ വിളിച്ചു. തന്നോടും അമ്മയോടുമൊക്കെ സംസാരിച്ചു. അങ്ങനെ ഈ യാത്ര ഇവിടെ വരെ എത്തി. മോൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ മോൾ അവിടെ ഒരു ഹോസ്റ്റലിലേക്ക് മാറുക. വീട്ടിൽ നിന്നും ഇറങ്ങാൻ നേരം അമ്മ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. ആദ്യമായി വീട് വിട്ടു പോകുന്നതാണ്. ആ വിഷമമാണ് അവൾക്ക് മനസ്സിൽ നിറയെ. എന്നാലും താൻ ആഗ്രഹിച്ച പോലെ ഒരു ജോലി തനിക്ക് കിട്ടിയല്ലോ. പാലക്കാട്, കണ്ടക്ടർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. മീനാക്ഷി ഓർമ്മകളിൽ നിന്നും വേഗം എഴുന്നേറ്റു. മീനാക്ഷിയും അച്ഛനും കൂടി ബാഗുകളെല്ലാമായിട്ട് ഇറങ്ങി വന്നു. രുക്മിണി ആൻറ്റിയെ കണ്ടുപിടിക്കാൻ അച്ഛന് അധികം സമയം വേണ്ടി വന്നില്ല. മീനാക്ഷി അവരെ നോക്കി. 50-നടുത്ത് പ്രായമുള്ള സുന്ദരിയായ ഒരു സ്ത്രീയാണ് രുക്മിണി ആൻറ്റി. പിങ്ക് നിറമുള്ള ഒരു കോട്ടൺ സാരിയാണ് വേഷം. നെറ്റിയിൽ ഒരു വട്ടപ്പൊട്ടുണ്ട്. ആകെയുള്ള ഒരുക്കം ആ പൊട്ടിലാണ്. നീണ്ട കൈത്തണ്ട ഒഴിഞ്ഞു കിടക്കുന്നു. മുഖത്തൊരു വിഷാദഭാവമാണോ ഒളിഞ്ഞു കിടക്കുന്നത്? മീനാക്ഷി ഓർത്തു. ഒരു കാര്യം പറയാതെ വയ്യ, ഇവർ താൻ വിചാരിച്ചതിലും സുന്ദരിയാണ്. മോളെ, എന്നെ ആദ്യമായല്ലേ കാണുന്നത്? അച്ഛനോട് സംസാരിക്കുന്നതിനിടയിൽ അവർ അവളുടെ കരം ഗ്രഹിച്ചു. നിനക്കൊരു 10 വയസ്സുള്ളപ്പോൾ കണ്ടതാണ് നിന്നെ ഞാൻ. ഓർക്കുന്നുണ്ടോ? അവർ ചോദിച്ചു. അത് ഈ ആൻറ്റി ആയിരുന്നോ? മീനാക്ഷിയുടെ ഓർമ്മകൾ പിന്നിലോട്ട് സഞ്ചരിക്കുവാനുള്ള അവസരം നൽകാതെ അച്ഛനും ആൻറ്റിയും കൂടെ ബാഗുകളെല്ലാം എടുത്തു കാറിൽ കയറ്റി. ആൻറ്റി നിഷ്പ്രയാസം കാർ ഓടിച്ചു പോകുന്നത് പിൻസീറ്റിലിരുന്നു ആരാധനയോടെ അവൾ നോക്കിക്കണ്ടു. അച്ഛനും ആൻറ്റിയും നാട്ടിലെ വിശേഷങ്ങൾ പങ്കുവച്ചു. ഇടയ്ക്ക് അവരുടെ ഭർത്താവിൻ്റെ ഓർമ്മകളിൽ അവരുടെ കണ്ണുകൾ ഈറനായി. ഒരു ഇരുനില മാളികയുടെ മുമ്പിൽ വന്ന് വണ്ടി നിന്നു. ഏതോ ഒരു സ്ത്രീ വന്നു ഗേറ്റ് തുറന്നു. 3 പേരും കാറിൽ നിന്നും ഇറങ്ങി. മീനൂട്ടി, കയറി വരൂ മോളെ, രുക്മിണി അവളെ വാത്സല്യത്തോടെ വിളിച്ചു. എല്ലാവരും കൂടി അകത്തേക്ക് കയറി. വിശാലമായ ഒരു മുറിയാണ് അവർ അവൾക്കായി ഒരുക്കിയത്. ഇവിടെ ഞാനും ഈ ശോഭയും മാത്രമുള്ളൂ. ദേവിക മോൾ വർഷത്തിൽ 1 വരും ഡൽഹിയിൽ നിന്ന്. മോനാണെങ്കിൽ രാത്രിയിൽ വന്നാൽ രാവിലെ പോകും. ആ മക്കളെ കണ്ട് മാമ്പു കൊണ്ടും കൊതിക്കരുത് അല്ലേ അണ്ണ? രുക്മിണി ആൻറ്റി അച്ഛനോട് പറഞ്ഞു. അന്ന് രാത്രിയിൽ അത്താഴമൊക്കെ കഴിച്ചിട്ട് എല്ലാവരും ഉറങ്ങാൻ കിടന്നു. വീട് മാറിയതുകൊണ്ട് മീനാക്ഷിക്ക് ഉറക്കം വന്നില്ല. അവൾ ജനലിൽ കൂടി വെളിയിലേക്ക് നോക്കി. പാടശേഖരങ്ങളാണ് ഇവിടെ അധികവും. തൊടുപുഴക്കാരിയായ തനിക്ക് ഈ കൊയ്ത്തും പാടവും ഒക്കെ വലിയ പിടുത്തമില്ല. കൃഷി തുടങ്ങാറായി എന്ന് രുക്മിണി ആൻറ്റി അച്ഛനോട് പറയുന്നത് കേട്ടു. മുറ്റത്ത് നിറയെ ചെടികളൊക്കെ ഉണ്ട്. പക്ഷെ നേരം പോയി വന്നതുകൊണ്ട് താൻ അതൊന്നും നോക്കിയില്ല. എപ്പോഴാണ് വന്നു കിടന്ന് ഉറങ്ങിയത് എന്ന് അവൾ അറിഞ്ഞില്ല. കാലത്തെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞു അവൾ അടുക്കളയിൽ ചെന്നപ്പോൾ രുക്മിണി ആൻറ്റി എന്തൊക്കെയോ പാചകത്തിലാണ്. അവരും കുളി കഴിഞ്ഞിരിക്കുന്നു. ആ, എൻ്റെ മോളും കുളിച്ചോ? ഞാനും കാലത്തെ കുളിക്കും. നാട്ടിൽ നിന്നുള്ള ശീലമാണ്, അവർ ചട്ടവും കൊണ്ട് ഒരു ദോശ മറിച്ചിടുന്നതിനിടയിൽ പറഞ്ഞു. മീനാക്ഷി മെല്ലെ ഒന്ന് ചിരിച്ചതേ ഉള്ളൂ. കുഞ്ഞിലെ മോളൊരു വായാടിക്കുട്ടിയായിരുന്നു. കാവിലെ പൂരത്തിന് വരുമ്പോൾ എന്നെ കണ്ടത് ഓർമ്മയുണ്ടോ? അവർ ചോദിച്ചു. ചെറിയ ഓർമ്മയുണ്ട്, അവൾ പറഞ്ഞൊപ്പിച്ചു.
കാപ്പി കുടിച്ചു കഴിഞ്ഞപ്പോൾ അവർ 3 പേരും കൂടിയാണ് മീനാക്ഷിയുടെ ജോലി സ്ഥലത്തേക്ക് പുറപ്പെട്ടത്. ഒരുപാട് വലിയ ബാങ്കൊന്നുമല്ല, എല്ലാം കൂടി ഒരു 5 ജീവനക്കാരുള്ളൂ. ക്ലർക്കായിട്ടാണ് മീനൂട്ടിയുടെ നിയമനം. അച്ഛൻ അധികം വൈകാതെ യാത്ര പറഞ്ഞുപോയി. മീനുവിൻ്റെ മനസ്സിൽ ഒരു സങ്കടക്കടൽ ആർത്തിരമ്പി. പണ്ട് നഴ്സറി സ്കൂളിൽ തന്നെ കൊണ്ടുവിട്ടിട്ട് പോകുന്ന അച്ഛനെയാണ് അവൾക്ക് ഓർമ്മ വന്നത്. മീനാക്ഷിക്ക് ഹോം സിക്നെസ് ആണ് കേട്ടോ, അടുത്ത ചെയറിലിരുന്ന നളിനി ചേച്ചി പറഞ്ഞത് കേട്ടുകൊണ്ട് അവൾ മെല്ലെ മുഖമുയർത്തി. തോമസ് സാറാണ് മാനേജർ, കൂടാതെ നളിനി, അംബിക, വിജയൻ, ഇത്രയും പേരാണ് ബാക്കി അംഗങ്ങൾ. ഒരു കസേര ഒഴിഞ്ഞാണ് കിടക്കുന്നത്. വിശാൽ മേനോൻ എന്ന ബോർഡുണ്ട്. വൈകിട്ട് അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ ആൻറ്റി എത്തിയിരുന്നു. ബസ് സ്റ്റാൻഡും ബസ്സും ഒക്കെ അവർ അവളെ പരിചയപ്പെടുത്തി കൊടുത്തു. വീട്ടിൽ വന്നതേ അവൾ അച്ഛനെയും അമ്മയെയും മുത്തശ്ശിയും ഒക്കെ വിളിച്ചു സംസാരിച്ചു. രാത്രിയിൽ ഒരുപാട് നേരം രുക്മിണിയും മീനാക്ഷിയും തമ്മിൽ സംസാരിച്ചിരുന്നു. ആൻറ്റിക്ക് കൂട്ടിന് ശോഭ ചേച്ചി രാത്രിയിലില്ലേ, അവൾ ചോദിച്ചു. മോള് വന്നതുകൊണ്ടാണ് ആൻറ്റി അവരെ പറഞ്ഞു വിട്ടത്, ഇല്ലെങ്കിൽ അവൾ ഇവിടെ നിൽക്കുന്നതാണ്, അവർ പറഞ്ഞു. ഫോൺ ബെല്ലടിച്ചപ്പോൾ രുക്മിണി പോയി അതെടുത്തു. മോളെ, സുഖമായി പോകുന്നു. നിനക്കോ? വിഷ്ണു എത്തിയോ? അച്ഛനെയും അമ്മയും എന്തു പറയുന്നു? കുഞ്ഞ് എന്തേടി? അമ്മയും മകളുമായുള്ള സംസാരം നീണ്ടുപോയി. അവൾ വിളിച്ചാൽ ഇങ്ങനെയാ, കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും എടുക്കും ഫോൺ വയ്ക്കാൻ. രുക്മിണി ചിരിച്ചുകൊണ്ട് മീനാക്ഷിയുടെ അടുത്തേക്ക് വന്നു. കുറച്ച് സമയം കൂടി സംസാരിച്ചിരുന്നിട്ട് അവർ കിടക്കാനായി പോയി. രാവിലെ പതിവ് പോലെ മീനാക്ഷി കുളിയൊക്കെ കഴിഞ്ഞു ജോലിക്ക് പോകുവാൻ റെഡിയായി വന്നു. രുക്മിണി കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി നിന്നു. പച്ച നിറമുള്ള ഒരു സൽവാറാണ് ധരിച്ചിരിക്കുന്നത്. സുന്ദരിക്കുട്ടിയാണ് മീനാക്ഷി, ഐശ്വര്യം തുളുമ്പുന്ന പെൺകിടാവ്. ആ ദിവസം ബസ്സിലാണ് മീനൂട്ടി ബാങ്കിലേക്ക് പോയത്. രുക്മിണി ആൻറ്റി അവൾക്ക് എല്ലാ നിർദ്ദേശവും കൊടുത്തിരുന്നു. ബാങ്കിൽ ചെന്നപ്പോൾ ചന്ദനക്കുറി അണിഞ്ഞ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ അവിടെ നിൽക്കുന്നത് മീനു കണ്ടു. വിശാൽ, ഇതാണ് കേട്ടോ നമ്മുടെ പുതിയ കുട്ടി, അംബിക മാഡം പറയുന്നത് കേട്ട് വിശാൽ തിരിഞ്ഞു നോക്കി. ഹലോ, അവൻ മീനാക്ഷിയെ നോക്കി ചിരിച്ചു. അവൾ തിരിച്ചു.